ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പിന്നീട് കൺമണിയുടെ അച്ഛന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കാരണം അവിടേക്ക് സുജാത വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തന്നെ വിവാഹത്തെക്കുറിച്ചും ഡേറ്റും കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ അടുത്ത ദിവസം തന്നെ എത്തുമെന്ന കാര്യവും പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ പറയുന്നുണ്ട്, എന്തായാലും കൺമണിക്ക് ഒരു സ്വീകരണം വീട്ടിൽ വെച്ച് നടത്തണം, അനുമോദനവും അതിലുപരി പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മോളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നുണ്ട്. കൺമണിയുടെ അച്ഛനാണെങ്കിലോ അതെല്ലാം തന്നെ മനോജിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് മോനെ നടക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കൺമണിയുടെ ജീവിതം മാറി മറിയാൻ പോകുന്നു. ഇത് കേൾക്കുന്ന മനോജിന് അതിലേറെ സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം തന്നെ പിന്നീടും മാനസയെ തന്നെ കാണിക്കുന്നത്. എന്തായാലും ജയമോഹൻ ഇനി മാനസയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവുകയാണ്. നിനക്ക് വേണ്ടിയിട്ടാണ് മോളെ ഇനി ഞങ്ങളുടെ ജീവിതം. അതുകൊണ്ട് തന്നെ അലിഗയിലേക്ക് ഞാൻ പോവുകയാണ് സാഗറിനെ കാണാൻ. എന്നിട്ട് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ എത്തുമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മാനസ താൻ പ്ലാൻ ചെയ്ത വഴിയിലൂടെ തന്നെ എല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതിൽ ശേഷം തന്നെ വരുണാണ് ഞാൻ വീട് വിട്ട് ഇറങ്ങാനായിട്ട് ഏതൊക്കെ കള്ള വഴികൾ നോക്കുന്നുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടത്തെ അവസ്ഥ പറയേണ്ടി വരില്ല. പിന്നീട് അതിനുശേഷം തന്നെ ദേവ്സാറിനെ വിളിച്ചിട്ട് സാഗർ ഈ ബലരാമൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. എടോ, ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ഫോട്ടോയും ഒരു വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ആരെയും കോൾ ചെയ്താലോ തൻ്റെ മൂത്ത മകനെ ഇങ്ങനെ സംശയിക്കുന്നത് ശരിയാണോ? അവനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കും, എന്നിട്ട് തന്നോട് പറയും. അല്ല, ഇതിന് മുന്നേ ഒരു സംശയം അവൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നീട് സുമിത്രയെ തന്നെ കാണിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ബാലു അഡ്മിറ്റാണെന്ന് പറഞ്ഞതോടുകൂടി തന്നെ ഇത് സത്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ അവിടേക്ക് ബലരാമനും അതുപോലെ ഭാഗ്യശ്രീ ഓടി എത്തുന്നു. പക്ഷേ ഇതും ഒരു പ്രതികാരം വീട്ടൽ പോലെ ആയിട്ടാട്ടോ തോന്നുന്നത്. പിന്നീട് ബലരാമൻ്റെ മുന്നിൽ കരഞ്ഞ് അഭിനയിക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷം ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ വെറുതെ വിടാനായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട, പുഴുവായിട്ട് പോലും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഞാൻ തകർക്കുമെന്ന് പറയുന്നു കേട്ടോ. ഒരു ഭാഗത്ത് സന്തോഷങ്ങളാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് അതിലേറെ ഒരു വിഷമം പിടിച്ച കാര്യങ്ങളാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലത് മാത്രമേ ജയിക്കത്തുള്ളൂ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രേമോ കഴിയുന്നത് കേട്ടോ.